എനർജി വാമ്പയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഊർജ്ജം ചോർത്തിക്കളയുക എന്നുള്ളതാണ്. ഈ എനർജി വാമ്പയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് അവിടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവർക്ക് ശ്രദ്ധ കിട്ടുക, അവർക്ക് പ്രാധാന്യം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മനുഷ്യർക്കും നമ്മുടെ എനർജി ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. അവരെപ്പോഴും അവരുടെ കാര്യം മാത്രമായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തൃപ്തി ഉണ്ടാവില്ല അവർക്ക്. ഇപ്പം നിരന്തരം വീട്ടിൽ പറയാൻ അയ്യോ വീട്ടിൽ കടബാധ്യതയാണ്, കഷ്ടപ്പാടാണ്, വീട്ടിലെ എല്ലാവർക്കും ദുരിതങ്ങളാണ്, ദുഃഖങ്ങളാണ് എന്ന് എപ്പോഴും അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളേ വരുള്ളൂ. ചില ആളുകൾ പറയുമല്ലോ എന്തായാലും ഭൂമി കൂടിയല്ലേ വരുള്ളൂ, വേറെ ആകാശത്തൂരൊന്നും വീടില്ല എന്നൊരു ചിന്താഗതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും. അതായത് നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം സാഹിത്യകാരനും ജ്യോതിഷനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ കുണ്ടയത്താണ് ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. മറ്റുള്ളവരുടെ വൈകാരിക അല്ലെങ്കിൽ മാനസിക വൈകാരിക ഊർജം വലിച്ചെടുക്കുന്ന ആളുകൾ, അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനർജി വാമ്പയറിംഗ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചാലൊക്കെ നമുക്ക് വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നും. ചില ആളുകളുടെ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് നമുക്ക് ക്ഷീണം ഉണ്ടാക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു എനർജി വാമ്പയറിംഗ് ഉണ്ടാവാറുണ്ട്. ഇതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഈ എനർജി വാമ്പയറിംഗ് എന്ന് പറയുന്നത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ഈ ചിന്തകളെയൊക്കെ നമ്മൾ വളരെ സ്വാധീനിച്ചിട്ട് അവിടെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രക്രിയയാണ് ഈ നമ്മൾ ഈ എനർജി വാമ്പയറിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പിന്നെ കഴിവുകളെ അല്ലെങ്കിൽ അവരുടെ പിന്നെ എനർജിയെ നമ്മൾ എനർജി ലെവൽ കുറയ്ക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളാണ്. അത് മനഃശാസ്ത്രപരമായിട്ട് പല രീതിയിലും പല കാര്യങ്ങളായിട്ട് ചെയ്യും. അത് ഈ എനർജി വാമ്പയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് അവിടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവർക്ക് ശ്രദ്ധ കിട്ടുക, അവർക്ക് പ്രാധാന്യം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടി ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കില്ല, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനെ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എനർജി ലെവൽ താഴും. അത് മനഃശാസ്ത്രപരമായിട്ട് കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മനുഷ്യർക്കും നമ്മുടെ എനർജി ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് പോസിറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും. പോസിറ്റീവ് എനർജി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കും, എപ്പോഴും നല്ല ചിരിച്ചുള്ള മുഖമായിരിക്കും, എല്ലാ കാര്യത്തിലും സന്തോഷം പ്രകടിപ്പിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകൾ അതേ ലെവലുള്ള ആളുകൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ എനർജി കൂടുതൽ പിന്നെ കാര്യമായിട്ട് വരുന്നതും അവർ തമ്മിലുള്ള ബന്ധം നല്ല ഊഷ്മളമായിട്ട് പോകുന്നതും. പക്ഷെ അല്ലാതെ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെപ്പോഴും പിന്നെ ദോഷമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കഴിവുകളെ കണ്ടെത്താതെ നമ്മൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എനർജി ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. അയാൾ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഈ പോസിറ്റീവ് എനർജിയുള്ള ആളിൻ്റെ എനർജി നഷ്ടപ്പെടുകയും അയാൾക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റാതെ, അയാളൊരു സംസാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അയാൾക്ക് ക്ഷീണം തോന്നും, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുണ്ടാവും, അലസതയുണ്ടാവും. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളുണ്ട്. ഇത് പൊതുവെ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യം. അല്ലാതെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ദോഷമുള്ള ചില പ്രത്യേക വീടുകളിൽ ചിലപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് വളരെയായിട്ട് അസ്വസ്ഥതയും മറ്റു കാര്യങ്ങളൊക്കെ തോന്നും. അതുപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില ആളുകൾ പറയുമല്ലോ ഒറ്റയ്ക്ക് നിങ്ങൾ അതൊരു പോകരുത്, അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ദോഷങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസമാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കും എന്ന് പറയും. ചില വീടുകളിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വഴക്ക് പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി അന്തരീക്ഷത്തിൽ നിൽക്കും. അപ്പോൾ അവിടെ ഈ ദോഷം വളരെ കൂടുതലായിരിക്കും. അതിനാണ് നമ്മൾ ഈ എനർജിയുടെ ഇതിലുള്ള വ്യത്യാസമാണ്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ആളുകളായിട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എനർജി വർദ്ധിക്കും. എനർജി വാമ്പയറിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഊർജ്ജം ചോർത്തിക്കളയുക എന്നുള്ളതാണ്. ഊർജ്ജം ചോർന്നു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അതേ പിന്നെ ലെവലിലുള്ള ആളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പറ്റും. അതുപോലെ ഇത് ഈ അസൂയ, കുശുമ്പ്, അങ്ങനെയൊക്കെ ഒരാൾ നന്നാവുന്നത് നല്ലതല്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്താഗതിയുള്ള ആൾക്കാർ, അവര് എനർജി വാമ്പയേഴ്സ് ആണോ? ആണ്. അവർ നമുക്ക് പറഞ്ഞില്ല, കുറ്റം പറയുന്ന ആളുകൾ, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകൾ, അതായത് നമ്മുടെ എനർജി ചോർത്തിക്കളയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളായിട്ട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഗുണം നമുക്കും വരും. അതെ അതെ. അല്ല, അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കണ്ടിന്യൂസ്ലി ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും താമസിക്കേണ്ടി വന്നു, അപ്പോൾ അങ്ങനെ ഒരാളുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത് നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഉണ്ട്. നമുക്ക് മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും, കല്ലിലുമുണ്ടാ സൗരഭ്യം പോലെ തന്നെ അതുപോലെ തന്നെ ദുർഗന്ധവും വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് നിരന്തരമായിട്ട് ഇടപഴകുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് നമ്മളെ എനർജി ലെവൽ നല്ല പിന്നെ
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഒരാളുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എപ്പോഴും പറയുകയും മറ്റുള്ളവരെ സഹതാപം പിടിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും. അതും നമുക്ക് ദോഷമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവര് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, അവരെപ്പോഴും അവരുടെ കാര്യം മാത്രമായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും അവരുടെ ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും മാത്രമായിരിക്കും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തൃപ്തി ഉണ്ടാവില്ല അവർക്ക്. അവരെപ്പോഴും അവരുടെ സ്ഥായീഭാവം എപ്പോഴും ദുഃഖവും നിരാശയും മറ്റു കാര്യങ്ങളും ആയിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് കേട്ട് വരുമ്പോഴത്തേക്കും നമുക്കും പല കാര്യങ്ങളിലും ഇതുപോലെയാണോ നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും. ഈ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചിന്താഗതി മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. തിരിച്ചറിയാനൊക്കെ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലരുടെ പ്രസൻസ് പോലും നമുക്കൊരു വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാൻ പറ്റും. അതും നമ്മളെ ഈ എനർജിയുടെ ഉള്ള വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രശ്നം, അതായത് ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവുന്ന ഒരു രീതി, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പം അത് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിരന്തരം വീട്ടിൽ പറയാം, അയ്യോ വീട്ടിൽ കടബാധ്യതയാണ്, കഷ്ടപ്പാടാണ്, പിന്നെ വീട്ടിൽ എല്ലാവർക്കും ദുരിതങ്ങളാണ്, ദുഃഖങ്ങളാണ് എന്ന് എപ്പോഴും അതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളേ വരുള്ളൂ. പക്ഷേ നമുക്കിപ്പോഴാണ് ചെറിയ ചെറിയ ദുഃഖങ്ങളുണ്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മളില്ല, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്ന് പോസിറ്റീവായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. ചില ആളുകൾ പറയുമല്ലോ, എന്തായാലും ഭൂമി കൂടെയല്ലേ വരുള്ളൂ, വേറെ ആകാശത്തൂടെ ഒന്നും വീടില്ല എന്തൊരു ചിന്താഗതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും. മനുഷ്യൻ്റെ മനസ്സാണ് ശരിക്കും എല്ലാത്തിനും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ചിന്താഗതിക്കൊക്കെ മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സ് ബോൾഡായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റും. അതിന് പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് അതിന് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വയമായിട്ട് വേറൊരാളിന്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ നെഗറ്റീവ് അനുഭവം വെച്ചാൽ എല്ലായിടത്തുണ്ട്. ഇപ്പം ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തി താല്പര്യങ്ങളും രാജ്യത്തിന്റെ പ്രത്യേക താല്പര്യങ്ങളും കൊണ്ടുള്ള കാര്യങ്ങളാണ്. അത് ഈ കലികാലത്ത് അങ്ങനെ വരുള്ളൂ. ഇപ്പം നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഒരു എനർജി പ്രശ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ പോലും നമുക്ക് അവരെ ഒഴിവാക്കി നിർത്താൻ പറ്റില്ലല്ലോ. അതായത് നമുക്കിപ്പോൾ പറയില്ല, ഇപ്പം നമുക്ക് തലമുറയെ തരംതിരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ജെൻ എക്സ് ആണ്, നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ജെൻസി ആയിരിക്കും. 90s ജനിച്ചാലൊക്കെ ജെൻസി ആയിരിക്കും. ഇപ്പോൾ 2000 ശേഷം ജനിച്ചാലും ആൽഫ ജനറേഷൻ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അതെ, ടേംസ് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ തലമുറകളുടെ വ്യത്യാസം കൊണ്ട് ആളുകളുടെ പെരുമാറ്റത്തിലും അവർ ഉൾക്കൊള്ളുന്ന രീതിയിലും ഒക്കെ വ്യത്യാസം വരും. നമ്മളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇത്ര ശാസിച്ചാലും അടിയിച്ചാലും ഒന്നും നമുക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സങ്കടം തോന്നുമായിരിക്കും കുറച്ച് കാലത്തേക്ക് മാത്രം. കുറച്ച് നേരം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിച്ച് അവർ കൂടെ പോവുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നേടിക്കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലാണെങ്കിൽ അവർക്ക് എപ്പോഴും അവരുടെ കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ട്. അത് നമ്മൾ നേരത്തെ സംസാരിച്ച നെഗറ്റീവ് എനർജിയുടെ പ്രധാനപ്പെട്ട നമ്മുടെ എനർജി വാമ്പയറിങ്, അതിന്റെ പ്രത്യക്ഷത്തിലെ ലക്ഷണങ്ങളാണ് ഇപ്പോഴത്തെ തലമുറ. അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടണം, സന്തോഷിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവരെ പറഞ്ഞ് തിരുത്താനായിട്ട് നമുക്ക് തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. അതിന് പഴയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളെ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഒരു വീട്ടിൽ പണ്ട് അപ്പൂപ്പൻ, അമ്മുമ്മ, അമ്മാവൻ, പിന്നെ അച്ഛൻ, കൊച്ചച്ഛൻ, വലിയച്ഛൻ, ഇങ്ങനെ ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്നു. അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി കൊടുക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇന്ന് അതില്ല. പക്ഷെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെ നമുക്ക് തന്നെ ചെയ്ത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എനർജി വാമ്പയറിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയൊരു ഭയങ്കര സംഭവം നമുക്ക് വാമ്പയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രാക്കുളയിൽ വരെ. പക്ഷെ ഈ നമ്മുടെ എനർജി ഊറ്റിയെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം. അതെ, നെഗറ്റീവ് എനർജി കൂട്ടുള്ള ആളുകൾ നെഗറ്റീവ് എനർജി കൂട്ടുള്ള സ്ഥലം ഒന്ന് മാത്രം കണ്ടെത്താം. നമ്മൾ വളരെ നല്ല പൂക്കളും പൂന്തോട്ടമൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് പോസിറ്റീവ് കിട്ടും. പക്ഷെ നമ്മൾ ഈ വൃത്തിയായിട്ട ചവറുകളും മറ്റു കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ആ ഉദാഹരണം പ്രത്യക്ഷത്തിൽ പറയാൻ വന്ന ഉദാഹരണം. അതായത് നമുക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും
നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കും. ചില ആളുകൾക്കാണെങ്കിൽ നല്ല സ്വസ്ഥവും സമാധാനമുള്ള സ്ഥലമായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് വലിയ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അത് ആളുകളുടെ ഇതനുസരിച്ച് വ്യത്യാസപ്പെടും. അതെ അതെ.